ടെലവിവിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെലവിവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണവും ഹൂതികൾ നടത്തിയെന്ന റിപ്പോർട്ടാണ് വരുന്നത്. സനയിലെ അന്താരാഷ്ട്ര എയർപോർട്ടിനും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹൂതികൾ. സനയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദനോം ഗെബ്രിയേസിസ് രക്ഷപ്പെട്ടത്. തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ടെഡ്രോസിന് പുറമെ ഏതാനും WHO ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെല്ലാം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായാണ് വിവരം. കഴിഞ്ഞ ദിവസം WHO സംഘം യമനിലെ ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടന്നത്. ടെഡ്രോസും കൂടെയുണ്ടായിരുന്നവരും വിമാനത്തിൽ കയറാൻ നിൽക്കുമ്പോൾ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ബോംബ് വീഴുകയായിരുന്നു. സംഭവത്തിൽ ഇവർ പുറപ്പെടാൻ നിന്ന വിമാനത്തിലെ ജീവനക്കാരന് പരിക്കേറ്റു. ആക്രമണത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ ടവറിനും യാത്രക്കാരിരിക്കുന്ന ലോഞ്ചിനും റൺവേയ്ക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ടെഡ്രോസ് എക്സിൽ കുറിച്ചു. ഇവർ നിന്നിരുന്ന സ്ഥലത്തു നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നു ബോംബ് പതിച്ചത്. UN സംഘം സുരക്ഷിതരാണെന്നും WHO തലവൻ അറിയിച്ചു. UN ഹ്യൂമാനിറ്റേറിയൻ എയർ സർവീസസിൻ്റെ ഭാഗമായിരുന്ന ഒരാൾക്കും പരിക്കേറ്റതായി പിന്നീട് UN വക്താവ് സ്റ്റെഫാനി ടംബ്ലായ് സ്ഥിരീകരിച്ചു. ഏതാനും ദിവസങ്ങളായി യമൻ തലസ്ഥാനത്ത് രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. രാജ്യത്തെ വിവിധ തുറമുഖങ്ങളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി. സന വിമാനത്താവളത്തിലും ഹുദൈദയിലെയും അൽ സാലിഫിലെയും റാസ് ഹന്ദീബിലെയും തുറമുഖങ്ങളിലും ഹൂതികൾ താവളമാക്കിയ കെട്ടിടങ്ങളാണ് ആക്രമിച്ചതെന്ന് IDF അവകാശപ്പെടുന്നു. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും അപലപിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ടെലവിവിലെ ഒരു മൈതാനത്ത് ഹൂതി മിസൈൽ വീണ് 16 പേർക്ക് പരിക്കേറ്റിരുന്നു. പിന്നാലെയാണ് IDF യമൻ ആക്രമിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സൈന്യവും യമനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു.